നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം തീപിടുത്തത്തിന്റെ ഒരു കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന്. അവിടെ ഇപ്പോൾ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. പൂർണ്ണമായും തീയണയ്ക്കാനായോ? ക്രിസ്റ്റീന, ഇതുവരെയും പൂർണ്ണമായി തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അതായത് ഇന്ന് രാവിലെ 10 മണിയോടുകൂടി തീപിടുത്തം ഉണ്ടാകുന്നത് ഈ മലയുടെ മുകൾ വശത്താണ്. അവിടെ പുറത്തുനിന്ന് വന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഒരു വീഴ്ചയാകാം ഈ തീപിടുത്തത്തിന് കാരണമെന്നാണ് ഒരു പ്രാഥമിക നിഗമനം. പക്ഷേ ഈ മലയുടെ അടിവാരത്തേക്കാണ് ഇപ്പോൾ ഈ തീ പടർന്നുകൊണ്ടിരിക്കുന്നത്. പല ഭാഗങ്ങളിലായി ഒരേ സമയം തീ പിടിക്കുന്നതാണ് ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് ഒരു പ്രശ്നമായി ബാധിച്ചിരിക്കുന്നത്. കാരണം ഇങ്ങോട്ടേക്ക് ഈ ഫയർഫോഴ്സിന്റെ വലിയ വാഹനങ്ങൾ എത്തിച്ചേരുന്നതിന് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം ഒരു നാട്ടുകാരൻ കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, ഇത് നമുക്ക് നേരത്തെ കണ്ടതുപോലെ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ മുഴുവനായി തീ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ താഴ്വാരത്തൊക്കെ വീടുകൾ എങ്ങനെയാണ്? റോഡ് നമുക്ക് ഈ ഒരു ഭാഗം കഴിഞ്ഞ് റോഡിന് ഓപ്പോസിറ്റ് ആണ് കൂടുതൽ വീടുകൾ വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വീടുകൾ കുറവാണെങ്കിൽ പോലും ഇത് പഞ്ചായത്തിന്റെ, അതായത് സർക്കാരിന്റെ കീഴിൽ റബ്ബർ കൾട്ടിവേഷന് വേണ്ടി കൃഷി ചെയ്ത് ജീവിക്കാൻ വേണ്ടി അനുവദിച്ച ഭൂമികളാണ് ഈ കാണുന്നത് അത്രയും. അപ്പോൾ ഇത് ആരെങ്കിലും എന്തെങ്കിലും ഇതുപോലെ വന്ന് കത്തിക്കാതെ ഇതങ്ങനെ കത്തുന്നതല്ല. പിന്നെ ഈ കൊടും ചൂടും കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ആ ചൂട് കൊണ്ടും ചിലപ്പോൾ കത്താം, പറയാൻ പറ്റത്തില്ല. ഒരേ സമയം പല ഭാഗങ്ങളിലും തീപിടുത്തം ഉണ്ടാകുന്നുണ്ടല്ലോ ഇവിടെ തന്നെ, ഈ തീപ്പൊരി വീണ മറ്റുമായിട്ട്. പിന്നെ പല പ്രാവശ്യം ഇതേപോലെ ഇവിടെ കത്തിയിട്ടുണ്ട്. ഒത്തിരി ഭാഗങ്ങൾ ഇതേപോലെ ടെക്നിക്കലായിട്ട്. ക്രിസ്റ്റീന, ഈ മുകളിലെ ഭാഗത്താണ് നമ്മൾ ഈ കാണുന്ന റോഡ്. ഈ മുക്കുന്നി മലയുടെ മുകളിലേക്ക് പോകുന്ന റോഡാണ്. അവിടെയാണ് ആദ്യം തീപിടുത്തം ഉണ്ടാകുന്നത്. അവിടെ ഇപ്പോൾ ഫയർഫോഴ്സിന്റെ വാഹനങ്ങൾ എത്തി തീയൊക്കെ ചെറിയ രീതിയിൽ അണച്ചിട്ടുണ്ട്. പക്ഷേ ഈ കാണുന്നത് പോലെ നമുക്ക് നിൽക്കുന്നതിന്റെ ക്യാമറ ഒന്നും തിരിച്ചാൽ മനസ്സിലാവും, നിൽക്കുന്നതിന്റെ തൊട്ട് താഴേക്ക്, അതായത് ഈ തീപിടുത്തം ഉണ്ടായതിന്റെ താഴെ ഭാഗത്തേക്കാണ് ഇപ്പോൾ കൂടുതൽ തീപിടുത്തം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഈ ഫയർഫോഴ്സിന്റെ ചെറിയ വാഹനങ്ങൾക്ക് മാത്രമേ എത്താൻ സാധിക്കുന്നുള്ളൂ. ആ വാഹനങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നതിന്റെ ചുറ്റും തീപിടുത്തമാണ് ഉള്ളത്. നമ്മൾ ആദ്യം നിൽക്കുന്ന സമയത്ത് ഇവിടെ തീപിടുത്തം ഉണ്ടായിരുന്നു, പക്ഷേ അത് ഫയർഫോഴ്സ് എത്തി അണച്ചിരുന്നു. പക്ഷേ ഈ മലയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ ചുറ്റുമൊക്കെ തന്നെ ഒരുമിച്ച് ഒരേ സമയം തീപിടുത്തം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുള്ള. എന്തായാലും കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. കാരണം ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം വെച്ച് നിലവിലുള്ള 2 വാഹനങ്ങൾ ഉപയോഗിച്ച് ഇവിടെ പടർന്നിരിക്കുന്ന തീ അണയ്ക്കുക എന്നുള്ളത് അത് ഒട്ടും ശ്രമകരമായ ഒരു ദൗത്യമല്ല. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ യൂണിറ്റുകൾ ഇങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ആരംഭിച്ചിട്ടുള്ളത്. ഈ മലയുടെ പല ഭാഗങ്ങളിലും വലിയ രീതിയിൽ ഇപ്പോഴും തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.